നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തിന് ഭേദഗതി നോട്ടീസ് നൽകിയിട്ടുള്ള അംഗങ്ങൾ സീറ്റിലില്ല. അത് ഭേദഗതി എല്ലാം തള്ളിയിരിക്കുന്നു. ചർച്ച ബഹുമാനപ്പെട്ട സംസാരിച്ചു. യെസ്, അങ്ങ് ടി പി രാമകൃഷ്ണൻ അങ്ങ്. ഗവർണർ എന്ന പദവി ഭരണഘടനാനുസൃതമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഗവർണർ നടത്തേണ്ടുന്ന പ്രസംഗം മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ ഭരണഘടനാപരമായ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി മാതൃകാപരമാണ്. ഈ നിലപാട് ഉയർത്തിപ്പിടിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു വന്ന വൻ പ്രതിസന്ധികളെ അസാധാരണമായ ചങ്കൂറ്റത്തോടെ മറികടന്ന് അതിജീവനത്തിൻ്റെയും പുനഃസൃഷ്ടിയുടെയും ചരിത്രം രചിച്ചാണ് LDF സർക്കാർ തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ വിജ്ഞാനാധിഷ്ഠിത വികസന നവകേരളം സൃഷ്ടിക്കാനുള്ള ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാരിന് ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചത്. 2016 അധികാരമേറ്റ ഒന്നാം പിണറായി സർക്കാർ മുൻ ഭരണത്തിൽ തകർന്നടിഞ്ഞു പോയ കേരളത്തെ ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അത് തുടരാൻ നൽകിയ അംഗീകാരമായിരുന്നു ഉജ്ജ്വലമായ ആ വൻ വിജയ തുടർച്ച. 10 വർഷം കൊണ്ട് കേരളം ആർജിച്ച എണ്ണമറ്റ നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടി. കേരളത്തിൻ്റെ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ രാജ്യത്തിനാകെ മാതൃകയായി അംഗീകരിക്കപ്പെട്ടു. നവകേരളം പടുത്തുയർത്താനുള്ള മുന്നേറ്റം തുടരാൻ ഇത്തവണയും LDFന് ജനകീയ അംഗീകാരം ലഭിക്കുമെന്നതിൽ സംശയമില്ല. അഴിമതിയും ജീർണതകളും വികസനമുരടിപ്പും കൊടികുത്തിവാണ നാളുകളിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിച്ച് ക്ഷേമ വികസന പാതയിലേക്ക് നയിച്ചത് 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തമ്പടിച്ച് വിഹരിച്ചിരുന്ന ഇടനിലക്കാരുടെയും മാഫിയ സംഘങ്ങളുടെയും പിടിയിൽ നിന്ന് ഭരണസ്ഥിരാകേന്ദ്രത്തെ മോചിപ്പിക്കുകയാണ് ഈ സർക്കാർ അധികാരമേറ്റ ഉടൻ ചെയ്തത്. ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിഞ്ഞ് ജനക്ഷേമവും വികസനവും നാടിൻ്റെ പുരോഗതിയും ഉറപ്പുവരുത്തി ഈ ഗവൺമെൻറ് തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നു. ഭരണ തുടർച്ചയുടെ കാഹളം തന്നെയാണ് കേരളത്തിൽ മുടങ്ങുന്നത്. സർ, 2016 LDF അധികാരമേൽക്കുമ്പോൾ പാടെ തകർന്നു കിടക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാനം. പാവങ്ങളുടെ ആശ്രയമായ 600 രൂപ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത കൊടും ക്രൂരത ആർക്ക് മറക്കാനാവും? സർക്കാർ സ്കൂളുകൾ അനാദായകരമെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്ക് വെച്ച കാലം, പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകം കാണാത്ത കാലം, നിയമന നിരോധനം അടിച്ചേൽപ്പിച്ച കാലം, വിലക്കയറ്റവും തകർന്ന പൊതുവിതരണ സംവിധാനവും നഷ്ടത്തിലേക്ക് കൂട്ടുകുത്തി, തകർന്ന പൊതുമേഖലാ വ്യവസായങ്ങൾ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും മണിക്കൂറുകൾ ഇരുൾ പടർത്തിയ കാലം. ആ നശിച്ച നാളുകൾ ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് ചിന്തിച്ചുറപ്പിച്ച ഒരു ജനത ഇവിടെയുണ്ട്. തങ്ങളുടെ അനുഭവങ്ങളിലൂടെ അവർ അവരുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ അതെല്ലാം അതിജീവിക്കാൻ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയി. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അഭൂതപൂർവമായ വികസനക്ഷേമ പദ്ധതികൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ജനപക്ഷ നിലപാടിൻ്റെയും ഫലമാണത്. കോൺഗ്രസും BJPയും എത്ര തന്നെ ശ്രമിച്ചാലും അത് മറച്ചുവെക്കാനാവില്ല. ഏതെങ്കിലും ഒരു വികസന ക്ഷേമ പദ്ധതിയെ നിങ്ങൾ അനുകൂലിച്ചിട്ടുണ്ടോ? ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോൾ അതിന് കൈയടിക്കുകയാണ് കോൺഗ്രസും UDFും. കേരളത്തിൻ്റെ അവകാശങ്ങൾ തടയാനല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്താൻ UDF ശ്രമിച്ചിട്ടുണ്ടോ? പാർലമെൻറ്റിന് മുന്നിൽ നിരന്നു നിന്ന് പോറ്റിപ്പാട്ട് പാടിയ നിങ്ങളുടെ MP-മാർ കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിന് നിഷേധിച്ച ആയിരക്കണക്കിന് കോടി നൽകണമെന്ന് ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഉൾപ്പെടെ 10 വർഷം കൊണ്ട് വൻ കുതിപ്പാണുണ്ടായത്. ദേശീയപാത
മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത, വിഴിഞ്ഞം തുറമുഖം, ലൈഫ് മിഷൻ ഭവന പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം മിഷനിലൂടെ മികച്ച ആരോഗ്യ സംവിധാനം, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, കിഫ്ബി പദ്ധതികൾ, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, കെ-ഫോൺ തുടങ്ങി നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ വികസനക്ഷേമ മുന്നേറ്റം. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാം മുരടിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങളുടെ ഭരണകാലത്ത് ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടതാണ്. സ്ഥലമെടുപ്പിന്റെ പകുതി വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന വ്യവസ്ഥ പ്രകാരം LDF ഭരണത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. അത് മുടക്കാൻ സമരം സംഘടിപ്പിച്ചവരാണ് കോൺഗ്രസും UDF-ഉം BJP-യും. കീഴാറ്റൂരിൽ നന്ദിഗ്രാമിലെ മണ്ണും കൊണ്ടുവന്ന് നിങ്ങൾ നടത്തിയ സമരാഭാസം കേരളത്തിന് മറക്കാനാകുമോ? ഞങ്ങളുടെ സർക്കാർ നിങ്ങളുടെ കുത്തിത്തിരിവുകൾ മറികടന്ന് ഇതിനകം 440 കിലോമീറ്റർ പാത പൂർത്തീകരിച്ചു. എന്ത് എതിർപ്പുകൾ നിങ്ങൾ ഉയർത്തിയാലും LDF അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അനുകൂലമായി പ്രതിപക്ഷം നിന്നിട്ടുണ്ടോ? വിനാശകാരികളായ നിങ്ങൾ എല്ലാറ്റിനും തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കേരളം അതൊക്കെ മറികടന്നു. തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ലൈഫ് അടക്കം LDF സർക്കാർ രൂപം നൽകിയ 4 മിഷനുകളും പിരിച്ചുവിടുമെന്നാണ് 2021 UDF പ്രഖ്യാപിച്ചത്. പാവപ്പെട്ട മനുഷ്യരുടെ വീടെന്ന സ്വപ്നം തല്ലിക്കെടുത്താൻ നോക്കിയ മനുഷ്യത്വമില്ലായ്മയ്ക്ക് ചുട്ട മറുപടി നൽകി കേരളം നിങ്ങളെ ആട്ടിയോടിച്ചു. UDF പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ച ലൈഫ് മിഷനിലൂടെ പിണറായി വിജയൻ സർക്കാർ 5 ലക്ഷം കുടുംബങ്ങളെ സ്വന്തം വീടിന് ഉടമകളാക്കി മാറ്റി. ഇരുൾ മൂടിയ അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി. ലൈഫ് പദ്ധതി പ്രകാരം 6,547 വീടുകൾ നിർമ്മിക്കുന്നതിന് കരാറൊപ്പിട്ട് കഴിഞ്ഞു. ലൈഫ് രാജ്യത്തിന് മാതൃകയാണെന്ന് നീതി ആയോഗ് ഈയിടെ പ്രഖ്യാപിച്ചത് നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. ഇത് കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കുന്ന സാങ്കല്പിക വീടുകളല്ലെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2018 പ്രളയത്തിന് ശേഷം 1000 വീടുകളാണ് KPCC പ്രഖ്യാപിച്ചത്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വക 217 വീട്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കോൺഗ്രസ് 100 വീട് വാഗ്ദാനം ചെയ്തു. രാഹുൽ ഗാന്ധി വക 100 വീട് വേറെ. യൂത്ത് കോൺഗ്രസ് വക 30 വീട്. ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടാകേണ്ടിയിരുന്നെങ്കിലും ജയിലിൽ ഏകാംഗ സെല്ലിൽ കഴിയുന്ന ഒരു MLA-യുടെ നേതൃത്വത്തിൽ ഇതിന് ഭീമമായ പണപ്പിരിവ് നടത്തി. എവിടെ ഈ വീടുകൾ? അതിനുവേണ്ടി സ്വരൂപിച്ച കോടികളെവിടെ? ഇനിയെങ്കിലും അത് തുറന്നു പറയണം. ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്ന പ്രഖ്യാപനത്തിൽ UDF ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കേരളത്തോട് മാപ്പ് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുമോ? പ്രതിപക്ഷം മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ പിരിച്ചുവിടുമെന്ന് UDF ഭീഷണി മുടക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി എത്തിയത്. 5000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാലയങ്ങളിൽ നടപ്പാക്കി. 50,000 ഹൈടെക് ക്ലാസ് റൂമുകൾ, റോബോട്ടിക് ലാബ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. 2016 നിങ്ങളെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ 1000-ഓളം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. കിഫ്ബി വഴിയുള്ള വികസന പദ്ധതികൾ തകിടമറിക്കാൻ UDF-ഉം BJP-യും കടന്നു പരിശ്രമിച്ചു. നിങ്ങൾ ഒത്തുചേർന്ന് ED-യെയും CBI-യെയും ഒക്കെ ഇറക്കി വേട്ടയാടി. 1190 പദ്ധതികളിലായി 90,562 കോടി രൂപയുടെ വൻ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ഈ സർക്കാർ നടത്തുന്നത്. UDF MLA-മാരുടേത് അടക്കം 140 നിയമസഭാ മണ്ഡലങ്ങളിലും കിഫ്ബി പദ്ധതികൾ നടപ്പാക്കി. ഒരു ഭാഗത്ത് കിഫ്ബിയെ തകർക്കാൻ പാടുപെടുക, മറുവശത്ത് മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ തങ്ങളുടെ നേട്ടമാണെന്ന് മേലിനടിക്കുക. UDF-ന്റെ കാപട്യത്തിനും ജനവഞ്ചനയ്ക്കും എന്ത് തെളിവ് വേണം? കിഫ്ബിക്കെതിരായ നെറികെട്ട ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. വയനാട് തുരങ്കപാത രാജ്യത്തെ ഏറ്റവും നീളമേറിയ 2ാമത്തെ തുരങ്കപാതയാണ്. അതും എതിർക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുമോ? രാജ്യത്താദ്യമായി ഒരു സംസ്ഥാനം ആരംഭിച്ചതാണ് കെ-ഫോൺ പദ്ധതി. അത് മുടക്കാനും പ്രതിപക്ഷം രംഗത്തിറങ്ങി. കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി.
പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതി എന്നെ വിമർശിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ട ഗതികേട് പ്രതിപക്ഷ നേതാവിനുണ്ടായി. സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസനക്ഷേമ പദ്ധതികളാണ് 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്നത്. അത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന പ്രക്രിയയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.